വീടിനടുത്തുള്ള പള്ളിയിൽ നിന്നുള്ള ബാങ്കുവിളിയാണ് കേട്ടത്. ഈ ബാങ്കുവിളിയോട് കൂടിയിട്ടാണ് എൻ്റെ ഒരു പ്രഭാതം ആരംഭിക്കുന്നത്. രാവിലെ എണീറ്റാൽ ഉടനെ തന്നെ അടിച്ചുവാരി തുടയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ ആദ്യത്തെ പരിപാടി. പിന്നെ ഇപ്പോൾ വൃശ്ചിക മാസം ആയില്ലേ, വീട്ടിലാണെന്നുണ്ടെങ്കിൽ ശബരിമലയിൽ പോകാനുള്ള നോയമ്പൊക്കെ ഉണ്ട്. നോയമ്പ് അങ്ങനെയൊക്കെ പറയും. വ്രതം അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പം ഞങ്ങളുടെ ഇവിടെ നോലുമ്പ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ശബരിമലയിൽ പോകുന്നുണ്ട്. അപ്പം അതിനുള്ള നോലമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നേരത്തെ ആദ്യം തന്നെ അടിച്ചുവാരി തുടയ്ക്കൽ കഴിഞ്ഞു, കുളി കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ടാണ് അടുക്കളയിൽ കയറുക കേട്ടോ. അല്ലെങ്കിൽ നേരത്തെ തന്നെ എണീക്കും, പക്ഷേ ആദ്യം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചതിന് ശേഷമാണ് അടിച്ചുവാരി തുടയ്ക്കാനൊക്കെ നിൽക്കുക. ഈ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് പാമ്പുകൾ എന്നുള്ളൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടത് മുതൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ഇരുട്ടത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. ഇവിടെയാണെങ്കിൽ അധികവും പാമ്പുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. നമ്മുടെ വീട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല, പുറത്തെ വീട്ടിലൊക്കെ. പിന്നെ എല്ലായിടത്തും ലൈറ്റൊക്കെ ഓൺ ആക്കിയത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല, എന്നാലും ചെറിയൊരു പേടി ഇല്ലായില്ല. അങ്ങനെ അപ്പോൾ ദേ മുറ്റടിക്കലൊക്കെ വേഗം അടിച്ചു വാരി. പിന്നെ ഞാൻ തലേദിവസം വൈകുന്നേരം മുറ്റടിക്കുമ്പോൾ രാവിലെ അധികം കരടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ശബരിമലയിൽ പോകാനുള്ള നോലുമ്പിലായതുകൊണ്ട് രാവിലെയും അടിച്ചു വാരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അടിച്ചാലൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലായിടത്തും ഒന്ന് തുടയ്ക്കുകയാണ് കേട്ടോ. മോളൊന്നും എണീറ്റിട്ടില്ല, അവരൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് മോളും ചേട്ടനൊക്കെ എണീറ്റിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോവുക. ലച്ചുവിന് 10 വയസ്സായതുകൊണ്ട് ലച്ചുവിനെ ഇത്തവണ പറഞ്ഞയക്കുന്നില്ല, ചേട്ടൻ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ലച്ചുവിന് ചെറിയൊരു വിഷമമുണ്ട്, ലച്ചുവിന് പോകാൻ പറ്റണില്ലല്ലോ എന്നുള്ളത്. കുട്ടികൾക്ക് ഒരുപാട് യാത്ര ചെയ്യുക, അവിടുത്തെ കാഴ്ചകൾ, അതിനോടൊക്കെ ആവുമല്ലോ കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ലച്ചുവിനെ പറഞ്ഞയക്കണില്ല, ചേട്ടൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൃശ്ചിക 1-നാണ് ചേട്ടൻ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിടുന്നത്. അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള എല്ലാ വർഷവും ഏട്ടൻ അവിടെ നിന്ന് തന്നെയാണ് മാലയിടാറ് കേട്ടോ. മാത്തൂർ ശിവക്ഷേത്രത്തിൽ നിന്നാണ് മാലയിടാറ്. അച്ഛനൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ അച്ഛൻ്റെ കൂടെയൊക്കെ തന്നെയാണ് ചേട്ടൻ പോവാറ്. അപ്പോൾ അവിടെ നിന്നാണ് മാലയിടുന്നത്. അപ്പോൾ ഇനി ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട്, അതായത് അടിച്ചുവാരി തുടയ്ക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ മാത്തൂർക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഭയങ്കര തണവാണല്ലോ രാവിലെയൊക്കെ. പൊതുവേ രാവിലെ ഈ തണവത്തൊക്കെ മഴക്കാലത്തൊക്കെ എനിക്ക് നേരത്തെ എണീക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് മടിയാണ്, അങ്ങനെ ചുരുണ്ട് കൂടി കിടക്കും. അതുപോലെ തന്നെ ഈ നവംബർ ഡിസംബർ മാസത്തിലും നല്ല തണവാണല്ലോ. എന്നിരുന്നാലും ഈ ഒരു മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജിയാണ് വീടുകളിലൊക്കെ. നമ്മൾ വൃത്തിയാക്കി വിളക്കൊക്കെ വെച്ച് പണികളൊക്കെ തുടങ്ങുമ്പോൾ പിന്നെ അടിച്ചുവാരലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇത് വിളക്ക് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ മാലയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കർപ്പൂരം കത്തിക്കാറ്. അപ്പോൾ വിളക്കൊക്കെ വെച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇനി ഞങ്ങൾ മാത്തൂർക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് മാലയിടുന്നത്. അങ്ങനെ ഇതേ ഞങ്ങൾ അമ്പലത്തിലെത്തി. അച്ഛനും ചേട്ടനും ഇപ്പോൾ മാലയിടുന്നുണ്ട്. പിന്നെ കുട്ടിച്ചന്മാർ 2 പോകുന്നുണ്ട്, ഒരാൾ പോകുന്നില്ല. അപ്പോൾ അവർ ഇപ്പോൾ മാലയിടുന്നില്ല, പിന്നീടാണ് മാല ധരിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു അമ്പലം. നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങളിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ആ ബാല്യകാലം പെട്ടെന്ന് മനസ്സിലേക്ക് വരില്ലേ. എനിക്കിവിടെ വന്നപ്പോൾ പണ്ട് ചെറുതിൽ, ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈസ്കൂളിൽ +1 +2 ആ ഒരു സമയത്തൊക്കെ പട്ടുപാവാടയും ജമ്പറൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൽ വന്നിരുന്ന ആ ഒരു കാലമൊക്കെ കേട്ടോ മനസ്സിലേക്ക് വരുന്നത്. ഞാനും ചെറുതിൽ 3 വർഷം ശബരിമലയിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഇതിനേക്കാൾ ഭയങ്കര തണവാണ്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പറമ്പുണ്ട്, ഇപ്പോഴും പറമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ തേക്ക് മരമൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഈ തേക്ക് മരത്തിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ വൈകുന്നേരം അടിച്ചു കൂട്ടിയിടും. പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൂട്ടിയിടും. അപ്പോൾ രാവിലെ ശബരിമലയ്ക്ക് നോലുമ്പിട്ട് മാലയൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലക്കുളത്ത് പോയിട്ടാണ് കുളിക്കുക കേട്ടോ. അമ്പലക്കുളത്ത് പോയി കുളി കഴിഞ്ഞ് വന്ന് വീട്ടിൽ കർപ്പൂരമൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുവാണ്, തണുത്തിങ്ങനെ വിറയ്ക്കും. അന്നേരം ഈ തേക്കിൻ്റെ ഇല കത്തിച്ചിട്ട് അതിൻ്റെ ചൂടിങ്ങനെ കൊണ്ടിരിക്കും അച്ഛൻ്റെയും കുട്ടിച്ചന്മാരൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ അന്നൊക്കെ. നമ്മൾ പിന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ സ്വാമിയാണെന്ന് പറയുമ്പോൾ കുറച്ച് ജാട കൂടുമല്ലോ, നമ്മൾ വലിയൊരാളായി എന്നുള്ളൊരു ഭാവമൊക്കെ ആയിരുന്നു അന്ന്. അങ്ങനെ മാലയിടലൊക്കെ കഴിഞ്ഞു. അവർ ഗുരുസ്വാമിക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് തേങ്ങയൊക്കെ ഉടച്ച് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നടുവട്ടത്തേക്ക് തിരിച്ചു പോകും കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം ബൈക്കിന് വരുന്ന കാരണം തന്നെ ലച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, നേരത്തെ പോയതല്ലോ. അപ്പോൾ അവളെയും പിടിക്കണം, വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ വരുമ്പോൾ വണ്ടിയുടെ മേലുള്ള വീഡിയോ വരുന്ന വഴിയൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇതേ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു, എടപ്പാളിലേക്ക് വന്നു. അപ്പോൾ വീട്ടിൽ വന്ന ഉടനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാനിതേ ചോറിനുള്ള വെള്ളം വയ്ക്കുകയാണ് കേട്ടോ. ലച്ചു വന്ന ഉടനെ തന്നെ കിടന്നു. അപ്പോൾ തീയൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചോറ് അടുപ്പത്ത് തന്നെയാണ് വെക്കാറ്. ഇനിയിപ്പോൾ ലച്ചുവിനിന്ന് ക്ലാസ് ഇല്ലല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ എല്ലാം ചെയ്ത് തീർത്താൽ മതി, വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. ഇന്ന് ശനിയാഴ്ച ആയ കാരണം അത്ര വലിയ തിരക്കില്ല, ക്ലാസ് ഇല്ലാത്തതുകൊണ്ട്.
അപ്പം ഇനി വിറകൊക്കെ ഒന്ന് വെച്ച് ചകിരിയൊക്കെ വെച്ച് കൊടുത്തിട്ട് തീ അവിടെ കിടന്ന് കത്തട്ടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോരോ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങ് വീട്ടിലേക്ക് വന്ന് നമുക്ക് അടുക്കളയിൽ മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഓരോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയായിട്ട് ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്, നല്ല ചൂടുള്ളൊരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പുറത്തൊക്കെ പോയിട്ടാണ് വെച്ചെങ്കിൽ കട്ടൻ ചായ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പാലൊഴിച്ച് ചായ കഴിക്കുന്നതാണ് ഇഷ്ടം. വീട്ടിലാണെങ്കിൽ എനിക്ക് കട്ടൻ ചായ കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള പാൽ ചായ ഞാൻ കഴിക്കില്ല. വീട്ടിൽ കട്ടൻ ചായ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാനൊന്ന് കുടിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഇത് ലച്ചു വന്നു ചായ വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ വേറെ ചായ എടുത്തു തരാമെന്ന് പറഞ്ഞപ്പം അത് വേണ്ട, അമ്മ കഴിക്കുന്ന ആ ചായ തന്നെ മതി എന്നിട്ട് അത് കൊണ്ടുപോയി. പിന്നെ എനിക്ക് ചായ കുടിക്കാനുള്ള ഒരു മൂടങ്ങ് പോയി. അങ്ങനെ ഞാൻ കറി വെക്കാൻ നോക്കും. പിന്നെ വെള്ളരിക്കയും പരിപ്പും കൂടിയിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. എന്നും സാമ്പാറും മോരുകറിയും മാത്രം ഇങ്ങനെ വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഇന്ന് പരിപ്പ് ഇട്ടിട്ട് വെള്ളരിക്ക കറി വയ്ക്കാൻ വിചാരിച്ചു. കുമ്പളം ഉണ്ട്, കുമ്പളം പരിപ്പിട്ടിട്ട് വെക്കാറില്ല, അത് മോരൊഴിച്ചിട്ടാണ് വെക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം വെള്ളരി എടുക്കുന്നുള്ളൂ, കാരണം നമുക്ക് അത്ര വേണ്ടല്ലോ, കുറച്ച് 2-3 ആളുകളല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കഷ്ണം വെള്ളരി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതൊന്നും ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കറി വെച്ചെടുക്കാം. പൊതുവേ ഇവിടെ അധികം മീൻ മേടിക്കാറില്ല കേട്ടോ. അധികവും ഇവിടെ പച്ചക്കറി തന്നെയാണ് മിക്കവാറും ഉണ്ടായിരിക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മീനൊക്കെ മേടിക്കാറുള്ളൂ. അതുകൊണ്ട് സ്ഥിരം പച്ചക്കറി ആയാലും ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല ആർക്കും. ചിലപ്പോൾ ഉണ്ടാവില്ല, നമുക്ക് നോൽമ്പൊക്കെ തുടങ്ങുമ്പോൾ പെട്ടെന്ന് മീനിൽ നിന്ന് പച്ചക്കറി മാത്രം കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നില്ലേ. ഇവിടെ പിന്നെ ആ ഒരു കുഴപ്പമില്ല. പച്ചക്കറി കഴിക്കുകയാണെന്ന് വെച്ചിട്ടൊരു കുഴപ്പം തോന്നാറില്ല. എപ്പോഴെങ്കിലുമൊക്കെയാണ് മീനൊക്കെ മേടിക്കുക. പിന്നെ ഞങ്ങളെല്ലാം ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നുക വെച്ചാൽ പുറത്ത് പോയി കഴിക്കുക ചെയ്യാറ് കേട്ടോ. എനിക്ക് ഈ മണ്ഡലവ്രതം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് അടിച്ചു വാരി തുടച്ചു, പിന്നെ കുളിച്ചു, വിളക്കൊക്കെ വെച്ചിട്ടൊക്കെ അടുക്കളയിലൊക്കെ കയറുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ. അപ്പോൾ എനിക്ക് തോന്നും ഇനി ഇതന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യണം, എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യണം. നേരത്തെ എണീറ്റ് അടിച്ചു വാരി തുടച്ച് വിളക്കൊക്കെ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ വീടിനാണെങ്കിലും നമുക്കാണെങ്കിലും ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു വ്രതം അങ്ങ് കഴിഞ്ഞാൽ, അതായത് മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ മണ്ഡലമാസം മുഴുവൻ, അതായത് വൃശ്ചിക മാസം മുഴുവൻ വ്രതം എടുക്കുകയൊന്നുമില്ല. മലയ്ക്ക് പോയി വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നോലുമ്പൊക്കെ മാറി മീനോ ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ തുടങ്ങും. അതങ്ങ് കഴിഞ്ഞാൽ ആ ഒരു അതുവരെ ഉണ്ടായിരുന്നു, അതായത് നേരത്തെ എണീക്കൽ കുളിക്കൽ സംഭവങ്ങളൊക്കെ അതും അതുപോലെ നിൽക്കും. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മടി തന്നെയാണ് കാരണം, അല്ലാതെ വേറെ ഒരു അത്ഭുതം അവിടെ നടക്കുന്നില്ലല്ലോ. അപ്പോൾ എനിക്കിത് തോന്നും, ഇത്രയും ദിവസം ഇപ്പം ഞാൻ എത്ര മനോഹരമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്, ഇപ്പം എന്താ ഇങ്ങനെ ആയത് അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. പക്ഷേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് നാളെ എവിടേക്കെങ്കിലുമൊക്കെ പോകണം, വല്ല കല്യാണമോ ടൂറോ അല്ലെങ്കിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും കേട്ടോ പണികളൊക്കെ. നേരത്തെ എണീക്കും, പെട്ടെന്ന് പണികളൊക്കെ തീർക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ചേട്ടനും മോളും കൂടിയിട്ട് ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു, അപ്പോൾ ആ അമ്പലത്തിൽ കൂടെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ചോറൊക്കെ ഊറ്റി വെച്ചു. പിന്നെ ഇന്ന് കേബേജ് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കേബേജ് ഉപ്പേരി, പിന്നെ കയ്പ്പയ്ക്ക വറുക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാ കുക്കിങ്ങും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇനി കേബേജൊക്കെ ഞാൻ അരിഞ്ഞെടുക്കണം. പിന്നെ മോരുണ്ടാവും. മോരില്ലാത്ത ദിവസം ഉണ്ടാവില്ല. മോര് ഇവിടെ നിർബന്ധമാണ് എല്ലാവർക്കും, മോര് കഴിക്കണം എന്നുള്ളത്. പിന്നെ കയ്പ്പയ്ക്ക വറുത്തത് ഉണ്ടാകുമ്പോൾ ഒരു എരിവൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള പരിപ്പ് കറിയെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ കേബേജ് ഉപ്പേരി, അപ്പോൾ നമുക്ക് എരിവിനായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. പിന്നെ അച്ചാറുണ്ട്. എന്നാലും ശരി, കയ്പ്പയ്ക്ക വറുത്ത് പച്ച കയ്പ്പയ്ക്ക വറുക്കുന്നതാണ് കേട്ടോ ഇവിടെ ഇഷ്ടം. ഉണക്ക കയ്പ്പയ്ക്ക, അതായത് കൊണ്ടാട്ടുണ്ടല്ലോ, അത് അത്ര ഇഷ്ടമില്ല. പച്ച കയ്പ്പയ്ക്ക വറുത്തിട്ടുണ്ടെങ്കിൽ അതും ഒരു ടേസ്റ്റാണ്. പിന്നെ അങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളതൊക്കെ, അതായത് ചോറ്, കറി, ഉപ്പേരി, അല്ലെങ്കിൽ മുളക് വറുത്തതോ കയ്പ്പയ്ക്ക വറുത്തതോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് രാത്രി കഴിക്കാൻ പറ്റില്ലല്ലോ. രാത്രി വേറെ എന്തെങ്കിലും ചെറുതായിട്ടുള്ള ചായയോ അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ചെയ്യാം. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി ആരും കഴിച്ചില്ലെങ്കിൽ ബാക്കി വന്നാലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ ചോറ്, കറി ഇതൊക്കെ ആയി. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കുക. അതുകൂടെ കണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട്, അതുകൂടെ അങ്ങ് കഴുകിയെടുക്കുക. ഇപ്പോൾ ഇത് ഒരു 9 മണി ആകുമ്പോഴത്തേനും എൻ്റെ പണികൾ കഴിയാറുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോകാനുള്ളത് കാരണം കുറച്ച് ലേറ്റായി. എന്നാലും ശരി, എൻ്റെ പണികളെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ.
അപ്പോൾ വൃശ്ചികം 1-നാവും അധികം സ്വാമിമാരൊക്കെ മാലയിടുന്നുണ്ടാവും. അതിന് മുൻപേ മാലയിട്ടവരൊക്കെ ഉണ്ട് കേട്ടോ, അതിന് ശേഷം മാലയിടുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ മാലയിടലൊക്കെ കഴിഞ്ഞു. ഇനി ഭഗവാൻ അനുഗ്രഹിച്ച് ഒരാപത്തും കൂടാതെ മലയ്ക്ക് പോയിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് കേട്ടോ.